മക്കളെ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് റെസൊണൻസ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം നീറ്റിൻ്റെ പുതിയ സിലബസ് അനുസരിച്ചാണെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്നൊരു പുതിയ സെഗ്മെൻറ്റ് തന്നെയുണ്ട്. ആ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് റെസൊണൻസ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. അതുവഴിയാണെങ്കിൽ വെലോസിറ്റി ഓഫ് വേവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇത് എന്താണെന്നും ഇതിനുള്ള എല്ലാ എൻറ്റയർ കോൺസെപ്റ്റും അതുപോലെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഇതൊരു ട്യൂബാണ്. ഇതാണ് ഒരു ട്യൂബാണ്. ഈ ട്യൂബിനകത്താണെങ്കിൽ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം പറഞ്ഞേ ഇത് എന്ത് ട്യൂബാണ്? ഓപ്പൺ ഓർഗൻ പൈപ്പാണോ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണോ? നിങ്ങൾ പറയും സാർ ഇത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. അറിയാം. ഇതെന്താണ്? റിജിഡ് ആണ്. ഇത് റിജിഡ് എൻഡ് ആണ്. അപ്പോൾ ഇത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. ഇത് COP ആണ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. ശരി മക്കളെ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. ഇനിയാണെങ്കിൽ ആക്ച്വലി ഇത് അതിന് മുന്നേ ഞാൻ പറയാം ഈ എക്സ്പെരിമെൻറ്റ് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. മക്കളെ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് വേവ് കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, അതുപോലെ എൻഡ് കറക്ഷൻ കണ്ടുപിടിക്കണം. ഇത് ചെയ്യാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനൊക്കെയാണ് വെലോസിറ്റി ഓഫ് വേവ് കണ്ടുപിടിക്കണം. ഒരു വേവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം, ആ വേവിൻ്റെ ലാംഡ കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, അതുപോലെ ട്യൂബിൻ്റെ ആണെങ്കിൽ എൻഡ് കറക്ഷൻ കണ്ടുപിടിക്കണം. എന്നിവയ്ക്കാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ശരി, ഏതെങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മക്കളെ ഇതൊരു ട്യൂബാണ്. അത് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ ഈ ട്യൂബിനെ ഞാൻ പൊക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീളം കൂടും. താത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീളം കുറയും. സോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ഇത് COP ആണ്. അതിൻ്റെ നീളം എന്താണ് മക്കളെ? വേരിയബിളാണ്. ഞാൻ ട്യൂബിനെ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊക്കിയെടുത്താൽ നീളം കൂടും, താത്ത് കഴിഞ്ഞാൽ നീളം കുറയും. അപ്പോൾ നമുക്കറിയാം COP ആണ്. ഇതൊരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഉണ്ട്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ν1 വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ നിങ്ങൾ പറയും സാർ V/4L ആണ്. സാർ ഈ എല്ലിൻ്റെ വാല്യൂ മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്താ പറഞ്ഞേ? എല്ലിൻ്റെ വാല്യൂ മാറ്റുന്നതനുസരിച്ച് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ന്യൂ എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. സോ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നാച്ചുറൽ ഫ്രീക്വൻസി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ശരി മക്കളെ, ഈ കാര്യം മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കാൻ പോവാം. ട്യൂണിംഗ് ഫോർക്ക് എടുത്തു. ഇത് ട്യൂണിംഗ് ഫോർക്കാണ്. ട്യൂണിംഗ് ഫോർക്ക് ഞാൻ എക്സൈറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ ട്യൂണിംഗ് ഫോർക്കിൻ്റെ എത്ര ഫ്രീക്വൻസി ആണോ ആ ഫ്രീക്വൻസി ആർക്ക് കിട്ടുമോടാ? ഇവിടെയുള്ള എയർ കോളത്തിന് കിട്ടും. എയർ കോളം എന്ത് ചെയ്യും? കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. ഏത് ഫ്രീക്വൻസിയിലാണ്? ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയിൽ എയർ കോളം കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. നമുക്കറിയാം ഈ എയർ കോളത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഏതാണ് നാച്ചുറൽ ഫ്രീക്വൻസി? ഇതാണ് എൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. എപ്പോഴെങ്കിലും ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഫ്രീക്വൻസി, നമുക്ക് ആ വാക്കേ കേൾക്കാനില്ല, നിങ്ങളുടെ സിലബസിൽ നിന്ന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഫ്രീക്വൻസി എടുത്ത് കളഞ്ഞതാണ്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോഴ്സ് ചെയ്യുകയാണ്, ഒരു വസ്തുവിനെ നിങ്ങൾ ഫോഴ്സ് ചെയ്യിക്കുകയാണ്, ഈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് ഫോഴ്സ് വൈബ്രേഷൻ ഫ്രീക്വൻസി. ഫോർ എക്സാമ്പിൾ ഞാൻ ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്തതിന് ശേഷം ഈ എയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ എയർ കോളം നിർബന്ധിക്കപ്പെടും. ഇതിനു വേണ്ടിയാണ് ഈ ഫ്രീക്വൻസിയിൽ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? ν/T എന്ന ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ആക്ച്വലി ഇവന് നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്നു. ആ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്? ഇതാണ് എൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. മക്കളെ ഏത് വസ്തുവിനും, ലോകത്തുള്ള ഏത് വസ്തുവിനും എന്തുണ്ട്? അതിൻ്റേതായ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് സംസാരിക്കുന്നത്. ഡെസ്കിൽ ഞാൻ അടിക്കുന്നു, അതിന് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. നിങ്ങൾ ഡെസ്കിൽ ഞാൻ അടിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് പേന തറയിൽ വീണിൽ വെച്ചെന്ന് പറയും? അല്ല, ഡെസ്കിൽ അടിച്ചെന്ന് പറയും. കാരണം ഈ സൗണ്ട് നിങ്ങൾക്ക് പരിചിതമാണ്. ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ ഗ്ലാസ് തറയിൽ ഇട്ടിട്ട് പറയാം ഡെസ്കിൽ അടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. ഗ്ലാസ് തറയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ ആ സൗണ്ട് കേൾക്കുക, നിങ്ങൾ പരിചിതമായ സൗണ്ടാണ്, അതിൻ്റെ പ്രോപ്പർട്ടിയാണത്. അതുപോലെയാണെങ്കിൽ ഈ ഒരു റെസൊണൻസ് ഈ ഒരു ഇത്രയും ഭാഗത്തുള്ള എയർ കോളത്തിന് അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. എത്രയാണ്? V/4L എഴുതപ്പെട്ട വാല്യൂ ആണത്. ഇനിയാണെങ്കിൽ ഈ വാല്യൂ ആർക്ക് ഈക്വൽ ആണെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള ഈ ഫ്രീക്വൻസിക്ക്, അതായത് ഞാനാണെങ്കിൽ ട്യൂണിംഗ് ഫോർക്കിലേക്ക് കൊണ്ട് വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണെങ്കിൽ ഉയർന്ന സൗണ്ട് കേൾക്കും. എപ്പോഴാണ് ഉയർന്ന സൗണ്ട് കേൾക്കുന്നത്? ആ ഉയർന്ന സൗണ്ട് കേൾക്കാൻ കാരണം റെസൊണൻസ് അറ്റൻഡ് ചെയ്തതാണ്. രണ്ട് ഫ്രീക്വൻസി ഈക്വലായി വന്നു. ആരാണ്? നമ്മൾ എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസി, എയർ കോളത്തിൻ്റെ ഇപ്പോഴുള്ള ഫോഴ്സ് വൈബ്രേഷൻ ഫ്രീക്വൻസി ആരാ കൊടുത്തത്? ട്യൂണിംഗ് ഫോർക്കാണ് കൊടുത്തത്. സോ ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ പറയാം. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ആർക്ക് ഈക്വൽ ആകുമ്പോൾ നമ്മൾ എയർ കോളത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോൾ നിങ്ങൾ ഉയർന്ന സൗണ്ട് കേൾക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ആ ഫ്രീക്വൻസി അറിയാം. കാരണം എന്താണ്? ആ ഫ്രീക്വൻസി ആർക്ക് ഈക്വലാണ്? ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വലാണ്. സോ ഈ ഫ്രീക്വൻസി അറിയാം, ഈ ലെങ്ത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആരെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാം. പക്ഷേ അങ്ങനല്ല ചെയ്യുന്നത്. പകരം ഒരു ടെക്നിക്കാണ്, ഞാൻ കാണിച്ചു തരാം. നോക്കിയിരിക്കുക.
മക്കളെ ആദ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു ട്യൂബ് മുക്കി വെക്കും, ഒരു ലെങ്ത് ഉണ്ട്. ഞാൻ ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യിക്കും, ഇതിനടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഉറപ്പായി എന്ത് ചെയ്യും, പതുക്കെ ആണെങ്കിൽ ഞാൻ പൊക്കി പൊക്കി മുകളിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ലെങ്ത് എത്തുമ്പോൾ ഞാൻ പറയും എൽ എന്ന ലെങ്ത് എത്തി. എന്ത് സംഭവിക്കും, ഈ ലെങ്ത് എത്തുമ്പോൾ നമ്മൾ പറയുകയാണ് റെസൊണൻസ് അറ്റൈൻ ചെയ്തു. അതിൻ്റെ മീനിങ് എന്താ മക്കളെ, ഈ അകത്തുള്ള ഇത്രയും ഫ്രീക്വൻസി ആർക്ക് ഈക്വലാണ്, ഈ ലെങ്ത്തിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഉയർന്ന സൗണ്ട് കേൾക്കും. മനസ്സിലായോ, ഈ കാര്യം ഓക്കെ ആയി. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഉണ്ടായ ഫ്രീക്വൻസിയാണത്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണത്. ശരിയല്ലേ മക്കളെ, എന്താണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ്. സോ എന്താണ്, ആൻറ്റിനോഡാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ആൻറ്റിനോഡ് ഇവിടെ തന്നെയാണോ ആൻറ്റിനോഡ്? ഞാൻ പറയും അല്ല മക്കളെ, ആൻറ്റിനോഡ് എന്ത് ചെയ്യും, എൻഡ് കറക്ഷൻ്റെ ഫലമായിട്ട് ആൻറ്റിനോഡാണെങ്കിൽ കുറച്ച് മുകളിലേക്ക് വരാം. സോ ആൻറ്റിനോഡ്, ഇത് നോഡിൽ നിന്നും ആൻറ്റിനോഡിലേക്കുള്ള അകലമാണ് λ/4. അത് ആർക്ക് ഈക്വലാണ്, ലെങ്ത്തിന് ഈക്വലാണ്. പക്ഷേ ഇവിടെ എൻഡ് കറക്ഷൻ ഉണ്ടായത് കൊണ്ട് ലെങ്ത് മാത്രമല്ല, ലെങ്ത് പ്ലസ് ഇ എന്ന് പറയേണ്ടി വരും, എൽ പ്ലസ് ഇക്ക് ഈക്വലാണ്. സോ പറയും λ/4 വിച്ച് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ഇ. ഏതെല്ലാണ്, ഒന്നാം വട്ടം നിങ്ങൾ വലിയ സൗണ്ട് കേട്ടുള്ള ലെങ്ത് ആണ്. നോക്ക്, നിങ്ങളിങ്ങനെ പൊക്കി 24 എക്സൈറ്റ് ചെയ്യിച്ചു, ഇവിടെ കൊണ്ടുവെക്കുകയാണ്, പൊക്കി വലിയ സൗണ്ട് ടീന്ന് കേട്ടു. ആ ലെങ്ത് എത്രയാണ്, ആ ലെങ്താണ് L1 എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? അടുത്തത് ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ പോവുകയാണ്, നീളത്തെ കൂട്ടാൻ പോവുകയാണ്. വീണ്ടും നീളത്തെ കൂട്ടി കൊണ്ടുവരാൻ പോവുകയാണ്. 24 എക്സൈറ്റ് വെച്ചിട്ടുണ്ട്, നീളം കൂട്ടി വരുന്നു. വീണ്ടും സൗണ്ട് കേട്ടു, ഉയർന്ന സൗണ്ട് കേട്ടു. എപ്പോഴാണ് ഉയർന്ന സൗണ്ട് കേൾക്കുന്നത്, അടുത്ത ഫ്രീക്വൻസി. നോക്ക്, ഇതാണ് അടുത്ത ഫ്രീക്വൻസി. അടുത്ത ഹയർ ഫ്രീക്വൻസി ഇങ്ങനെയാണ്. ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പറയും ഇതെന്താണ്, അത് തേർഡ് ഹാർമോണിക്കാണ്. ഇത് ഫസ്റ്റ് ഹാർമോണിക്കാണ്, ഇത് തേർഡ് ഹാർമോണിക്കാണ്. സോ എത്രയാണത്, ഇത് ആൻറ്റിനോഡാണ്, ഇത് നോഡാണ്, വീണ്ടും ആൻറ്റിനോഡാണ്, ഇത് നോഡാണ്. ശരിയാണോ മക്കളെ? സോ എത്രയാണ്, ഇത് λ/4. എത്രയാണ്, λ/4. അടുത്ത എത്രയാണ്, ഇത് എത്രയാണ്, അത് λ/4. അടുത്ത എത്രയാണ്, അത് λ/4. സോ എത്ര λ/4 ഉണ്ട്, 3 λ/4. അത് ആർക്ക് ഈക്വലാണ്, എൽ പ്ലസ് ഇക്ക് ഈക്വലാണ്. എൽ പ്ലസ് ഈ എൻഡ് കറക്ഷൻ ഉണ്ട്, എൽ പ്ലസ് ഇക്ക് ഈക്വലാണ്. സോ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി, λ/4 എത്രയാണ്, 3 λ/4 വിച്ച് ഈസ് ഈക്വൽ ടു മറ്റൊരു ലെങ്ത് ആണിത്. ശരിയല്ലേ, ഞാൻ ലെങ്ത് വാല്യൂ കൂട്ടിയപ്പോഴത് കിട്ടിയത് L2 പ്ലസ് ഇ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2. മക്കളെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ചെയ്ത് നോക്കി. സോ ഇതെന്ത് ചെയ്യും, ഇത് ക്യാൻസലായി പോകും. സോ നമുക്ക് കിട്ടും L2 മൈനസ് L1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് സെപ്പറേറ്റ് ചെയ്യേ, 3 λ/4 λ/4 ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്താൽ 2 λ/4 എന്ന് കിട്ടും. ഇത് വെട്ടിക്കളയാം, λ/2 എന്ന് കിട്ടും. സോ L2 മൈനസ് L1 വിച്ച് ഈസ് ഈക്വൽ ടു λ/2. സോ ഞാനാണെങ്കിൽ ഈ 2 ഇവിടെ കൊണ്ടുവരാം, λ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L2 മൈനസ് L1. നമുക്ക് ആരെ കിട്ടി, നമുക്ക് ലാംഡേൻ്റെ വാല്യൂ കിട്ടി, അതായത് അൺനോൺ വേവ് ലെന്ത് കിട്ടി. മനസ്സിലായോ, ഇതിൻ്റെ വേവ് ലെന്തിൻ്റെ വാല്യൂ കിട്ടി. മക്കളെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്കറിയാം, ന്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം, ഫ്രീക്വൻസി ഈ വാല്യൂ അറിയാം, ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം, ലാംഡയുടെ വാല്യൂ നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ചൂടെ, വി വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. നമുക്ക് ആരെ കണ്ടുപിടിക്കാം, സ്പീഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ സ്പീഡ് കണ്ടുപിടിച്ചു, ലാംഡ കണ്ടുപിടിച്ചു. ഇനി ആര് വേണം, എൻഡ് കറക്ഷൻ വേണം. എൻഡ് കറക്ഷൻ ആണെങ്കിൽ ഞാൻ ഇക്വേഷൻ പറഞ്ഞു തരാം. എൻഡ് കറക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് L2 മൈനസ് L1, 3L1, L2 മൈനസ് 3L1 ഡിവൈഡ് ബൈ 2. സോ L2 മൈനസ് 3L1 ഡിവൈഡ് ബൈ 2 ഇത് ആരെ ഇക്വേഷനാണ്, എൻഡ് കറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സോ എന്തൊക്കെ വേണം, 1, അടുത്തത് 2, അടുത്തത് 3. സോ ഈ 3 ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, റെസൊണൻസ് ട്യൂബിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. മക്കളെ L1 വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 3L1 വിച്ച് ഈസ് ഈക്വൽ ടു L2 ആണെന്ന് കരുതുക. അപ്പോൾ എൻഡ് കറക്ഷൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, എൻഡ് കറക്ഷൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. സോ എപ്പോഴാണ് എൻഡ് കറക്ഷൻ്റെ വാല്യൂ 0 ആവുന്നത്, 3L1 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണെങ്കിൽ, L2ന് ഈക്വൽ ആണെങ്കിൽ എൻഡ് കറക്ഷൻ്റെ വാല്യൂ 0 ആകും. നോർമലി ആണെങ്കിൽ എന്താണ്, L2ൻ്റെ വാല്യൂ വലുതായിരിക്കും 3L1നേക്കാളും, അതുകൊണ്ട് എൻഡ് കറക്ഷൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും നോർമൽ കേസിൽ.
പക്ഷേ ഇങ്ങനെ ഈ സ്പെഷ്യൽ കേസിലാണെങ്കിൽ എൻഡ് കറക്ഷൻ്റെ വാല്യൂ 0 കിട്ടും. ഇത്രയും കാര്യം മനസ്സിലായോ? സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ റെസൊണൻസ് ട്യൂബ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, നോക്കാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് അങ്ങനെ നമുക്ക് ഈ കോൺസെപ്റ്റ് ആണെങ്കിൽ തറവായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, സോ കോൺസെപ്റ്റ് വൈസ് ആണെങ്കിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. റെസൊണൻസ് ട്യൂബ് എക്സ്പ്ലെയിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. മക്കളെ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് നോക്കാം. എ ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 340 ഹെർട്സ്. ഫോർക്ക് ട്യൂണിംഗ് ഫോർക്കാണ്. ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എത്ര മക്കളെ? ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് 340 ഹെർട്സ്. ഓക്കെ, ഈസ് അലൗഡ് ടു വൈബ്രേറ്റ് ജസ്റ്റ് എബവ് ദ ഓപ്പൺ റെസൊണൻസ് ട്യൂബ്. ഓക്കെ, റെസൊണൻസ് ട്യൂബിൻ്റെ ഓപ്പൺ ഭാഗത്ത് എന്ത് ചെയ്ത് ഞാൻ കൊണ്ടുവച്ചു, വൈബ്രേറ്റ് ചെയ്യിച്ചു. അതിൻ്റെ ലെങ്തിൻ്റെ വാല്യൂ ഉണ്ട്, ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു ആ ട്യൂബിൻ്റെ എൻറ്റയർ ലെങ്ത് ഉണ്ട്. നോക്കാം മക്കളെ, ഇതാണ് നമ്മുടെ റെസൊണൻസ് ട്യൂബ്. അത് എന്തുണ്ട് മക്കളെ? അതിനകത്ത് വാട്ടർ ഉണ്ടോ? അതിനകത്ത് വാട്ടർ ഉണ്ട്. ഓക്കെ, സോ ഈ ട്യൂബിൻ്റെ എൻറ്റയർ ലെങ്ത് എന്ന് എത്രയാണ്? ഇതിനകത്ത് എൻറ്റയർ ട്യൂബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എയർ കോളത്തിൻ്റെ ആണോ? ഓപ്പൺ ട്യൂബ് ഓഫ് ലെങ്ത്, ആ ട്യൂബിൻ്റെ ലെങ്ത് ആണ് എത്രയാണ് മക്കളെ? ട്യൂബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. ട്യൂബിൻ്റെ ആകെ ലെങ്ത് എന്ന് പറയുന്നത്. സോ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 120 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഉണ്ട്, വിൻ്റെ വാല്യൂ ഉണ്ട്, എത്രയാണ്? 340. മക്കളെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ വാല്യൂ ഉണ്ട്, ഇതിൻ്റെ വാല്യൂ ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു വി വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. സോ ലാംഡ കണ്ടുപിടിക്കാം, ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ന്യൂ. വി എത്ര മക്കളെ? ഇതിലേക്കുള്ള എയറിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ സ്പീഡ് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 340. സ്പീഡ് എത്രയാണ്? 340. ഫ്രീക്വൻസി എത്രയാണ്? കൊടുത്ത ഫ്രീക്വൻസി എത്രയാണ്? അതും 340 ആണ്. സോ ലാംഡ കിട്ടും 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ. ഞാൻ സെൻറ്റിമീറ്റർ എഴുതാൻ കാരണം ഇവിടെ 120 സെൻറ്റിമീറ്റർ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് എഴുതിയത്. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് മാക്സിമം നമ്പർ ഓഫ് റെസൊണൻസ്. മക്കളെ എവിടെയാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്? ഏതൊക്കെ ലെങ്തിലാണ്? L1 വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ലാംഡ ബൈ 4 ആണ്. ശരിയാണോ? L2 വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 3 ലാംഡ ബൈ 4 ആണ്. L3 വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 5 ലാംഡ ബൈ 4 ആണ്. മക്കളെ ഈ ലെങ്തുകളിലൊക്കെയാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ട്യൂബിൽ എവിടെയൊക്കെയാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്? ഈ ലെങ്തിലൊക്കെയാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്. എഴുതി പഠിച്ചോണം. ഈ ലെങ്തിലൊക്കെയാണ് റെസൊണൻസ് ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് L1, L2, L3 ഈ ലെങ്തിലൊക്കെയാണ് റെസൊണൻസ് ഫോം ചെയ്യുന്നത്. ഈ കാര്യം നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാക്സിമം ആൻഡ് മിനിമം മാക്സിമം നമ്പർ ഓഫ് റെസൊണൻസ്. മാക്സിമം നമ്പർ ഓഫ് റെസൊണൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് മാക്സിമം നമ്പർ ഓഫ് റെസൊണൻസ്? നോക്കൂ മക്കളെ, ആകെ ലെങ്ത് എത്രയാണ്? 120 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 120 സെൻറ്റിമീറ്റർ അകത്തുള്ള L1ഉം L2ഉം L3യും കണ്ടുപിടിച്ചാൽ മതി. ശരിയാണോ? എത്ര തവണ ഉണ്ടാകും നോക്കാം. സോ ലാംഡൻ്റെ വാല്യൂ എത്രയാണ്? 100 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും മക്കളെ? 25 സെൻറ്റിമീറ്റർ. ഇത് ഓക്കെ ആണ്. ഈ റെസൊണൻസ് ഓക്കെ കിട്ടും. അടുത്തെന്താണ്? 3 × 100 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 300 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 75 സെൻറ്റിമീറ്റർ. അതും കിട്ടും. അടുത്തത് 5 ലാംഡ 100 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 125 സെൻറ്റിമീറ്റർ. അത് കിട്ടുമോ മക്കളെ? ഇല്ല, അത് കിട്ടത്തില്ല. കാര്യം എന്താണ്? ട്യൂബിൻ്റെ ആകെ ലെങ്ത് എത്രയേ ഉള്ളൂ? 120 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ എത്രയാണ്? ഇത് കിട്ടാൻ പാടില്ല. അങ്ങനെയെങ്കിൽ എത്ര റെസൊണൻസാണ് കിട്ടുന്നത്? മാക്സിമം നമ്പർ ഓഫ് റെസൊണൻസ് എത്രയാണ്? മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം കിട്ടും. L1ഉം കിട്ടും, L2ഉം കിട്ടും. 2 തവണ ഈ ട്യൂബ് മുകളിലോട്ട് പോകുമ്പോൾ 2 തവണ നമുക്ക് ഉയർന്ന സൗണ്ട് കേൾക്കാൻ കഴിയും. റെസൊണൻസ് അറ്റൈൻ ചെയ്യും, ഉയർന്ന സൗണ്ട് കേൾക്കാൻ കഴിയും. ഈ കാര്യം മനസ്സിലായോ? സോ 2 തവണ എന്ത് ചെയ്യും? നമ്മൾ ട്യൂബിനെ മുകളിലേക്ക് പൊക്കുകയാണ്. ഒരു തവണ ഉയർന്ന സൗണ്ട് കേട്ടു. ആ ഉയർന്ന സൗണ്ട് എപ്പോഴാണ് കേൾക്കുന്നത്? ആ നമ്മുടെ റെസൊണൻസ് ട്യൂബിൻ്റെ നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആണെങ്കിൽ ഫ്രീക്വൻസി ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോഴാണ് ഉയർന്ന സൗണ്ട് കേൾക്കുന്നത്. എവിടെയൊക്കെ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാകുന്നത്? ലാംഡ ബൈ 4, L2ൻ്റെ വാല്യൂ ആണെങ്കിൽ 3 ലാംഡ ബൈ 4 ഇവിടേക്കാണ് നാച്ചുറൽ ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യുന്നത്. സോ ആദ്യമാണെങ്കിൽ L1ൽ ഉയർന്ന ഫ്രീക്വൻസി കേൾക്കും, അതുപോലെ L2 എത്തിയപ്പോഴും ഉയർന്ന ഫ്രീക്വൻസി കേട്ടു. പിന്നെ L3 തന്നെയുള്ള നീളം ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 തവണയാണ് ഉയർന്ന സൗണ്ട് കേൾക്കുന്നത്. അതായത് 2 തവണയാണ് റെസൊണൻസ് അറ്റൈൻ ചെയ്യുന്നത്. ഈ കാര്യം മനസ്സിലായ മക്കളെ? ശരി. അടുത്തെന്താണ്? മാക്സിമം ആൻഡ് മിനിമം ലിക്വിഡ് ലെവൽ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. റെസൊണൻസ് കണ്ടീഷനിൽ മാക്സിമവും മിനിമവും ലിക്വിഡ് കോളം എത്രയാണ് മക്കളെ? ആകെ എത്രയാടാ? 120 ആണ്. ആകെ 120 ആണ്. L1ൻ്റെ വാല്യൂ ഇതാണ് L1 എന്ന് പറയുന്നത്. L1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? L1ൻ്റെ വാല്യൂ എത്രയാണ്? 25 ആണ്.
അപ്പം ആകെയാണെങ്കിൽ 120 ഉണ്ട്. L1 25 കുറച്ച് എത്ര കിട്ടും? 95. എത്രയാണ്? 95 കിട്ടും. സോ 95 ഉണ്ടോ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം എത്രയാണ്? H1 വിച്ച് ഈസ് ഈക്വൽ ടു 95 സെൻറ്റിമീറ്റർ. ഇത് മാക്സിമം ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? 2 പൊക്കണം. 2 പൊക്കുമ്പോൾ ആര് കൂടും? അത് L1 എന്തായിട്ട് മാറും മക്കളെ? L2 ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? 2 പൊക്കി കൊണ്ടുവരാൻ പോവുകയാണ്. L1 L2 ആയിട്ട് മാറി. അപ്പോൾ എത്രയായി? 75 ഇവിടെ വന്നു. അപ്പോൾ എത്രയാണ്? 120 മൈനസ് 75. ശരിയാണോ? H2 ഇവിടുത്തെയാണ് H2 വിച്ച് ഈസ് ഈക്വൽ ടു ആകെ 120 ഉണ്ടായിരുന്നു. അത് എത്ര കുറയ്ക്കണം? 75 കുറയ്ക്കണം. 120 മൈനസ് 75 എത്ര കിട്ടും മക്കളെ? 120 മൈനസ് 75 എത്ര കിട്ടും? 45 അല്ലേ? 45 കിട്ടും. സോ 45 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി? വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റും കിട്ടി. നോക്ക് മക്കളെ, ഇവിടെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം റെസൊണൻസ് അറ്റൈൻ ചെയ്യുന്ന ലെങ്ത് മനസ്സിലാക്കുക. ഇതാണ് λ/4, 3λ/4, 5λ/4 ഇതൊക്കെയാണ് റെസൊണൻസ് അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെയാണെങ്കിൽ അറിഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എന്തൊക്കെയാണ്? ലാംഡ വിച്ച് ഈസ് ഈക്വൽ 2 ഇൻറ്റു L2 മൈനസ് L1 ഇത് അറിഞ്ഞിരിക്കണം. അതുപോലെയാണെങ്കിൽ വി വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ ഓഫ് കോഴ്സ് അത് നമുക്കറിയാം. അതുപോലെയാണെങ്കിൽ ഈ കാര്യം അതായത് ഫസ്റ്റ് എവിടെയാണ് റെസൊണൻസ് ലെങ്ത് എത്രയാണ്? സെക്കൻഡ് റെസൊണൻസ് ലെങ്ത് എവിടെയാണ് ഉണ്ടാവുന്നത്? എത്രയാണ്? λ/4, 3λ/4 അടുത്ത് 5λ/4 അങ്ങനെ പോകും. മനസ്സിലായോ? ഇതൊക്കെ അറിയാമെങ്കിൽ റെസൊണൻസ് ട്യൂബിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടീസ് ചെയ്യാൻ തരികയാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞ് ആൻസർ പറഞ്ഞ് സെയിം മോഡൽ, ഒരു മാറ്റവും വാല്യൂസിന് മാത്രം മാറ്റമുണ്ട്. ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. എങ്ങനെ ചെയ്യുന്നേ? ഈ ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസിൻ്റെ വാല്യൂ ഉണ്ട്. ടൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 330 ഹെഡ്സ് ആണ്. വൈബ്രേറ്റ് ജസ്റ്റ് അബൌട്ട് ലെങ്ത്തിൻ്റെ വാല്യൂ ഉണ്ട്. ലെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 180 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ ലിക്വിഡ് കോളം. ആകെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 180 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 180 സെൻറ്റിമീറ്റർ ആണ്. വെലോസിറ്റി ഉണ്ട് 330 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. സോ ലാംഡ പറഞ്ഞ മക്കളെ, ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ന്യൂ ആണ്. ശരിയാണോ? സോ വിൻ്റെ വാല്യൂ എത്രയാണ്? 330. ന്യൂവിൻ്റെ വാല്യൂ അതും 330. സോ ആൻസർ എത്ര കിട്ടും? 1, അതായത് 1 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ വീണ്ടും കിട്ടി. അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, എത്ര നമ്പർ ഓഫ് റെസൊണൻസ് ഉണ്ടാകും? നമ്മൾ പറയും L1 വിച്ച് ഈസ് ഈക്വൽ ടു λ/4 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എത്രയാണ് മക്കളെ? 100 ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 25. L2 വിച്ച് ഈസ് ഈക്വൽ ടു λ/4 ഇൻറ്റു 3 എത്രയാണ്? 300 ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 75. അടുത്തത് L3 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു λ/4 which is equal to 500 divided by 4 എത്ര കിട്ടും മക്കളെ? 125. അടുത്തത് വീണ്ടും L4 which is equal to 7 into λ/4 എത്ര കിട്ടും മക്കളെ? 700 divided by 4 which is equal to 175. സോ ഇത്ര എന്താണ്? സെൻറ്റിമീറ്റർ. അടുത്ത L5 ഉണ്ടോ? L5 ആണെങ്കിൽ ആരെക്കാളും കൂടിപ്പോവും? 180ക്കാൾ ഉറപ്പായി കൂടിപ്പോവും. അപ്പോൾ 1, 2, 3, 4 ആണ് മാക്സിമം നമ്പർ ഓഫ് റെസൊണൻസ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായി. 4 ആൻസർ എത്രയാണ്? 4 ആണ്. മാക്സിമം ആൻഡ് മിനിമം ലിക്വിഡ് ലെവൽ നോക്ക്, ആകെ 180 ആണ്. ഏറ്റവും വലുത് എത്രയായിരിക്കും? ഇവിടെ 25 ആകുമ്പോൾ നോക്ക്, L1ൻ്റെ വാല്യൂ 25 ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ മാക്സിമം ലെവൽ കിട്ടും. എത്രയാ മക്കളെ? മാക്സിമം ലിക്വിഡ് ലെവൽ വിച്ച് ഈസ് ഈക്വൽ ടു 180 മൈനസ് 25 എത്ര കിട്ടും മക്കളെ? 155 സെൻറ്റിമീറ്റർ. മിനിമം ലിക്വിഡ് ലെവൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര വരണം? L4 മാക്സിമം വരണം അല്ലേ? മാക്സിമം ലെങ്ത് ഇവിടെ വരണം. എയർ കോളത്തിൽ മാക്സിമം ലെങ്ത് വരണം. എത്രയാണ്? പൊക്കി ഏറ്റവും മുകളിൽ കൊണ്ടുവരണം. എത്രയാണ്? 175. സോ 180 മൈനസ് 175 വിച്ച് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. ഇപ്പോൾ റെസൊണൻസ് ട്യൂബിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ മനസ്സിലായോ? ഇത്രയും സിമ്പിൾ അല്ലേ മക്കളെ? അത്രയും സിമ്പിളാണ്.